പക്ഷേ വീഡിയോ ആക്ച്വലി ലീഗലി മൂവ് ചെയ്യുന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു വെക്കണം എന്നുണ്ട്. പിന്നെ ബാക്കി പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കോടതിയിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഞാൻ പ്രൂവ് ചെയ്യും. ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ആ സമയത്ത് ഒരു ആരെങ്കിലും ഒരു ക്യാമറയിലോ അല്ലെങ്കിൽ വീഡിയോയിലോ എന്തൊക്കെയാണ് നടക്കണേ എന്ന് ഉള്ളത് ഒന്ന് കവർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നോർമലി ഈ റേപ്പ് അങ്ങനത്തെ കാര്യം അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ അനാവശ്യ രീതിയിൽ ആ വേർഡൊന്നും യൂസ് ചെയ്യാൻ പാടാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ അത് മിസ്യൂസ് ചെയ്തിട്ട് ആൾക്കാരനെ അപകീർത്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലിൽ കേസ് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരാൾ വന്ന് ഒരു പെണ്ണ് വന്നിട്ട് ഇങ്ങനെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മേലിൽ കേസ് എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ മിനിമം അന്വേഷിക്കേണ്ടതാണ് എന്താണ് ഉണ്ടായ സംഭവം എന്ന്. അത് രണ്ടും ഇവിടെ ഉണ്ടായിട്ടില്ല. ഒന്നെങ്കിൽ ആ ഓപ്പോസിറ്റ് ആൾ വന്നിട്ട് ഇതിൻ്റെ പേരിൽ കേസ് കൊടുക്കണം. അതായത് ഇന്ന അപകീർത്തിപ്പെടുത്തി ഒരാൾ വന്നിട്ട് ഞാൻ ഇന്നെ റേപ്പ് ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയണു. സോ അത് നിർത്തേണ്ടതാണ്. കാരണം അനാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട സാധനമല്ല. അതിലൂടെ കടന്നു പോയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, അത് അനുഭവിച്ച ആൾക്കാരുണ്ട്, പുറത്ത് പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, സാഹചര്യങ്ങൾ കാരണം മിണ്ടാൻ പറ്റാണ്ടും ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയണത്, നോർമലി റേപ്പ് വിക്ടിംസിൻ്റെ ഫോട്ടോ ഒന്നും ന്യൂസ് പറയുമ്പോഴും ഒന്നും ന്യൂസിലൊന്നും ഫോട്ടോ കാണിക്കാൻ പാടില്ല, ബ്ലർ ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷെ എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ ഈവൻ അത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും കോർട്ടിലാണെങ്കിലും അവരെന്ത് തരത്തിലുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും എങ്ങനെ നടന്നു എന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈവൻ ഒരു മീഡിയ കവറേജ് ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം എവിടെ വേണമെങ്കിലും അട്ടിമറി നടക്കാൻ ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് എനിക്കെൻ്റെ ഫോട്ടോ വന്നുകൊണ്ടോ അങ്ങനെ ഫോട്ടോ വന്നിട്ടും കുറേ കാലം അങ്ങനെയൊക്കെ പേടിച്ച് നിന്നിട്ടാണ് ഇതൊന്നും പറയാണ്ടിരുന്നുണ്ടായിരുന്നത്. വെറുതെ എന്തിനാ നാണം കെടാൻ പോണേ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇനി അങ്ങനത്തെ ഒരു പേടിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് വൃത്തികെട്ട തരത്തിലുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ തന്നെ അത് എനിക്ക് ആരുമില്ലാത്ത ക്ലോസ്ഡ് മുറിയിൽ അങ്ങനത്തെ ഒരു സംസാരമൊന്നും വേണ്ട എന്നാണ് ഞാൻ ആഗ്രഹിക്കണേ. ഇങ്ങനെയൊക്കെയുള്ള ധൈര്യങ്ങൾ ഓരോ ഇങ്ങനത്തെ റേപ്പ് വിക്ടിംസിനും വരികയാണെങ്കിൽ കുറേ വ്യത്യാസം വരും. എന്നാലും ഞാനിങ്ങനെ ഒരു 10 തവണ ഇതൊക്കെ ഈ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട് ഓരോ വീഡിയോയിലും വന്നിട്ട്, പക്ഷെ ആരും കാണുന്നില്ല. അതെന്താണെന്ന് അറിയില്ല. അത് ഞാൻ പറഞ്ഞല്ലോ 2 തരത്തിൽ. ഒന്നെങ്കിൽ അവർക്ക് ഇതിൻ്റെ പേരിൽ കേസ് കൊടുക്കാം, അത് കേസ് പോകുന്നുണ്ട് എന്ന് പറയുന്നു, അപ്പം അത് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഒരു പെണ്ണിങ്ങനെ പറഞ്ഞ് നടക്കണത്, ഇതൊക്കെ വെറുതെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ലല്ലോ. അപ്പം അതിനെ പറ്റിയിട്ട് അന്വേഷിക്കണം. അത് രണ്ടും ഉണ്ടായിട്ടില്ല. പിന്നെ കസ്തൂരിയസിൻ്റെ പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ജോയിൻഡ് 1 day ago, നോ സബ്സ്ക്രൈബേഴ്സ്. ഇതിന് വേണ്ടിയിട്ട് പുതിയ പൂവൊക്കെ വെച്ചിട്ട്, മറ്റേത് ഒരു റോസ് കളറുള്ള പൂവാണ്. അതിൽ എനിക്ക് ആക്ച്വലി ഭയങ്കര തൊണ്ടവേദന അതുപോലെ ചുമയൊക്കെ ഉള്ള കാരണമാണ് ഇങ്ങനെ ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നത്. സോറി. പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ജോയിനിങ്ങും ഇതാണ്. പക്ഷെ ഇവർ സെയിം ആൾ തന്നെയാണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവർ പഴയ അക്കൗണ്ടിൽ നിന്ന്, ഞാൻ ഇപ്പോൾ നേരത്തെ ഒരു കമൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേ കമൻറ്റ് തന്നെ അവർ വീണ്ടും പഴയ അക്കൗണ്ടിൽ നിന്ന് വേറെ ചാനലിൽ ഇവർ ഓരോ അക്കൗണ്ടിൽ നിന്ന് ഓരോ ചാനലിന് വേണ്ടിയിട്ട് ഓരോ അക്കൗണ്ടുകൾ കോപ്പി പേസ്റ്റ് കമൻറ്റ് വിട്ടുകൊടുക്കാന്ന് തോന്നുന്നത്. ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പല സ്ഥലത്തും കോപ്പി പേസ്റ്റ് ചെയ്യണേ കസ്തൂരിക്ക്. അപ്പോൾ പല ആൾക്കാരാണ് ഈ കോപ്പി പേസ്റ്റ്, ഒരു സ്ഥലത്തുനിന്ന് ഉറവിടം വരുന്നു, പല ആൾക്കാർ പേസ്റ്റ് ചെയ്യുന്നു പല അക്കൗണ്ടുകളിൽ. ഇത് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ വന്ന കമൻ്റ് അല്ല, വേറെ യൂട്യൂബ് റിയാക്ഷൻ വീഡിയോകളിൽ വന്ന കമൻറ്റുകൾ ഞാൻ കസ്തൂരിനെ നമ്മൾ ബഹുമാനിക്കണല്ലോ, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ ആദ്യം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലിവർ ഡൊണേഷനെ പറ്റിയിട്ടൊക്കെ. അതിനെ പറ്റിയിട്ടുള്ള തെളിവുകളുണ്ട്. കേസ് കൊടുക്കുകയാണെങ്കിൽ ഞാനത് കറക്റ്റായിട്ട് കോടതിയിൽ ഓക്കെ ഇതിൻ്റെ തെളിവുകൾ ഞാൻ ഒരു കോമൺ മാൻ എന്നുള്ള നിലയിൽ ഞാൻ ഇവിടുത്തെ എൻ്റെ ഒരു സാറിനോട് ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ അപ്രൂവലൊക്കെ കൊടുക്കുന്ന ആളോട് ഞാൻ എൻ്റെ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എനിക്ക് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട്
തന്ന അറിവ് സെയിമാണ്. പിന്നെ പലതരത്തിലും കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പം അങ്ങനെ അപ്രൂവൽ കൊടുക്കണ ആൾക്കാർ ബിഹൈൻഡ് ദ ബാൾസ് ആയിരിക്കും എന്നാണ് പുള്ളി പറഞ്ഞത്. അങ്ങനത്തെ കോമൺ മാൻ ഇതും ഞാൻ ചോദിച്ച ഡൗട്ടുകൾ, ഒരു സാറിനോട് ചോദിച്ച ഡൗട്ടിൻ്റെ ഇതിലും അതുപോലെ തന്നെ അന്ന് ഞാൻ നടന്നപ്പോൾ കുറേ പാക്കേജുകൾ, അതായത് ഏജൻറ്റുകൾ ലിവർ ഡൊണേഷന് വേണ്ടിയിട്ട് എന്താ 25 ലക്ഷത്തിൻ്റെ പാക്കേജ്, 21 ലക്ഷത്തിൻ്റെ പാക്കേജ്, അങ്ങനത്തെ കുറേ ന്യൂസുകളും കേട്ടിരുന്നു. അപ്പോൾ എല്ലാ ഇൻഫർമേഷനുകളും നമ്മൾ ഇങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ നമ്മളെല്ലാതും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും. പറയാൻ മാക്സിമം എനിക്ക് പറ്റുമെന്ന് തോന്നുന്നു, അത് തെളിയിക്കാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എല്ലാവരും വലിയ വലിയ ആൾക്കാരായ കാരണം നമ്മൾ എത്രമാത്രം അതിൽ പറ്റുമെന്നെനിക്കറിയില്ല. പക്ഷേ ഐ എം ഓക്കെ. ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും എനിക്കിതൊക്കെ പുറത്തറിയണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ അതിനെ ഉദ്ദേശിക്കുന്നു. കേസ് നടക്കുമ്പോൾ അത് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, നന്നായി. അല്ലെങ്കിൽ ഞാൻ ഓക്കെ ജയിലിൽ പോയി എടുക്കും. കുറേ അനുഭവിച്ചു, ഈവൻ ജയിൽ ബെറ്ററാന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ ജയിലിലും വന്നിട്ട് നമ്മളതിനെ ഉപദ്രവിക്കാൻ ആൾക്കാരനെ കയറ്റി വിടണം. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അത് വേറെ കാര്യം. അതൊക്കെ നമ്മൾ വിഷയത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തന്നെ മാറണം. അപ്പോൾ അതിനെ ഞാൻ തെളിവുകൾ വെച്ച് ഞാൻ പ്രൂവ് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, ഇനി എൻ്റെ തെളിവുകളൊന്നും തെളിവുകളല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ജയിലിൽ കിടക്കാനും തയ്യാറാണ്. ഓക്കെ, ഇതാ സെയിം കമൻറ്റ് പുള്ളിക്കാരി പറയുന്നുണ്ട്. ഇവർക്ക് എൻ്റെ മെഡിക്കൽ പ്രൊഫഷൻ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ എല്ലാ ഇതിലും എൻ്റെ മെഡിക്കൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം, മെഡിക്കൽ ഇത് ചെയ്യണം. ഞാൻ എന്നിട്ടാണ് സ്റ്റേബിളല്ല, മെൻ്റലി അൺഫിറ്റാണ് എന്നൊക്കെയാണ് ഇവർക്ക് എപ്പോഴും പറയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ കാര്യം പറയുന്നില്ല. The doctor who bought a medical seat with her money from Malankara Orthodox Syrian Church Private Medical College would think that everything is bought with money only. Unlike you, there are kind, smart human beings too who value others for who they are, not for their money or status. അടിപൊളി. അപ്പം ഞാൻ പഠിച്ച കോളേജും അതൊക്കെ കറക്റ്റ് അഡ്രസ്സ് വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത്ര നന്നായിട്ട് ഞാൻ പോലും എഴുതില്ല. ഞാൻ എഴുതുകയാണെങ്കിൽ MOC കോലഞ്ചേരി എന്ന് മാത്രമേ എഴുതുള്ളൂ. അവർ കറക്റ്റ് അത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ് ഇത് ചെയ്യണം, കാശ് കൊടുത്തിട്ട്. ഞാൻ ആക്ച്വലി ഗവൺമെൻറ് സീറ്റിലാണ് കയറിയത്. പക്ഷെ നമ്മുടെ അന്നത്തെ ഫീസ് അനുസരിച്ചിട്ട് ഗവൺമെൻറ് സീറ്റിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കയറുകയാണെങ്കിൽ 4 ലക്ഷം കൊടുക്കണമായിരുന്നു. കൊല്ലം 4 ലക്ഷം കൊടുത്തിട്ടാണ് ഞാൻ പഠിച്ചത്. അത്യാവശ്യം റാങ്ക് നമ്മുടെ അന്ന് നീറ്റ് ഫസ്റ്റ് വന്ന ടൈമായിരുന്നു. അപ്പോൾ നീറ്റിൽ അത്യാവശ്യം റാങ്ക് വന്നിട്ടാണ് നമ്മൾ കയറിയത്. പക്ഷെ 4 ലക്ഷം കൊടുത്തിട്ടാണ് കയറിയത്. ഇത് ഓക്കെ. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഞാൻ ഒരു പേപ്പർ പോലും ബാക്ക് ആവാണ്ട് പാസ്സായിട്ടാണ് ഞാൻ MBBS കംപ്ലീറ്റ് ആക്കിയത്. അതുപോലെ തന്നെ MDക്ക് ഞാൻ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ MDക്ക് ചേർന്നോണത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്. അതും അറിയപ്പെടുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ഞാൻ ജോയിൻ ചെയ്തോണ്. അതായത് അത്യാവശ്യം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ഞാനിപ്പോൾ MDക്ക് ഇത് ചെയ്തോണ്. സോ അപ്പം നിങ്ങളുടെ ആ കുറ്റപ്പെടുത്തലിൻ്റെ കുത്ത് മനസ്സിലായി. അപ്പം അതുകൊണ്ട് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യണതൊക്കെ നിങ്ങൾ വീണ്ടും കുത്തണത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരാളും നന്നാവണത് ഇഷ്ടമല്ല എന്നൊക്കെ നന്നായിട്ട് അറിയാം. നിങ്ങളെ വിട്ടിട്ട് പോണ പെണ്ണുങ്ങൾ നന്നായാൽ പിടിക്കില്ല. നിങ്ങളെ വിട്ടിട്ട് പോണ പെണ്ണുങ്ങൾ വേറെ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് പിടിക്കില്ല. ഓക്കെ, നിങ്ങൾ വേറെ പെണ്ണുങ്ങളായിട്ട് ജീവിതം തുടങ്ങി. അപ്പോൾ അവരുടെ പാട്ടിന് വിടണ്ടേ? അത് നിങ്ങൾക്ക് പറ്റില്ല. ഓക്കെ. എലിസബത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. അത് എലിസബത്തിനെതിരെ വന്ന കമൻ്റ് എടുത്ത് വെച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ജേക്കബ് എന്ന് പറഞ്ഞ വ്യക്തി ബാലയ്ക്ക് ലിവർ കൊടുത്ത വ്യക്തിയായിരുന്നു. ആ ഒരു വ്യക്തി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് എലിസബത്ത് ലിവറൊന്നും കൊടുക്കാൻ റെഡി ആയിരുന്നില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എലിസബത്തിനെ കുറ്റം പറഞ്ഞ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് റിപ്ലൈ ആയിട്ട് ഈ എലിസബത്ത് ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും മെയിനായിട്ട് ഈ ഒരു കസ്തൂരി എന്ന് പറഞ്ഞ ഈ ഒരു ഐഡിയിൽ നിന്ന് വന്ന കമൻറ്റ്സ്, അതും ഓരോരോ ഫേക്ക് അക്കൗണ്ടുകളാണ്. അത് മൊത്തം ഈ കസ്തൂരി എന്ന് പേര് പറഞ്ഞ് ഓരോരോ അക്കൗണ്ടിൽ നിന്ന് വന്ന് സെയിം ആയിട്ടുള്ള കമൻറ്റ്സ് തന്നെ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് റിയാക്ട് ചെയ്യുന്നവരുടെ അക്കൗണ്ടുകൾ. സോ അത് എടുത്തു വെച്ചിട്ട് തന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കമൻറ്റ്സ് ആയിട്ട് അതിനെതിരെ തിരിച്ച് പറയുകയാണ് എലിസബത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഓരോ കമൻറ്റ്സ് ഓരോന്ന്
വായിച്ചിട്ട് തന്നെ റിപ്ലൈ കൊടുക്കുമായിരുന്നു ചെയ്തത്. അത് മെയിനായിട്ടുണ്ടെങ്കിൽ അവർ കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് ഇവർ ഡോക്ടർ കറക്റ്റായിട്ട് ഭയങ്കരമായിട്ട് പൈസ കൊടുത്ത് കയറിയത്, അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഡോക്ടറോ അങ്ങനെയൊന്നും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് എന്താ മാനസികമായിട്ട് അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്ത് ഓരോ കമൻസിന് റിപ്ലൈ കൊടുക്കുകയാണ്. അവർക്ക് തീരെ വയ്യ, ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇങ്ങനെ പറയുന്ന ഇങ്ങനെ ഫേക്കായിട്ട് വന്നിങ്ങനെ ഓരോന്ന് തട്ടി വിടുന്നതിന് അതും എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് അറിയാമെന്നു അതിനെക്കുറിച്ചും എലിസബത്ത് ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ ഒരു പറയുന്ന കമൻ്റ് ഇടുന്ന വ്യക്തിക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാം. അതിനർത്ഥം ആ കമൻ്റ് ഇടുന്ന വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എലിസബത്തിനെ പറ്റി ഭയങ്കര അറിയുന്ന, ഒന്നെങ്കിൽ ബാല ഏർപ്പാടാക്കിയ അയാളായിരിക്കണം, അത് ബാല പറഞ്ഞു കൊടുത്തായിരിക്കണം, അല്ലെങ്കിൽ ബാല തന്നെ ആയിരിക്കണം. അല്ലാതെ അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ആ ഒരു കമൻസിൽ പറയുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എലിസബത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ പറയണമെങ്കിൽ എന്നെപ്പറ്റി നല്ലോണം അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരിക്കലും ഞാൻ പഠിച്ച കോളേജിൻ്റെ ഭയങ്കര ഡീറ്റെയിൽസോ അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റത്തില്ല എന്നും എലിസബത്ത് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഓരോ ദിവസമായിട്ട് എലിസബത്ത് ഓരോ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഇത് എവിടെ ചെന്ന് തീരുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇനി അത് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് തോന്നുന്നത്. ബാല ചിലപ്പോൾ ഇതിനുള്ള റിപ്ലൈ ആയിട്ട് അടുത്തൊരു വീഡിയോ ഇട്ടേക്കാം.